Hi, hello, welcome back to Rish Vlog. So, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന പോലെ തന്നെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് വിഷു മേക്കപ്പ് ലുക്ക് ആണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. നമ്മളൊരു സ്കിൻ കെയർ ആയിരുന്നു. അതായത് മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കാം ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യുള്ളൂ. ഈവൻ സപ്പോസ് കണ്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. എനിവേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാമാണ് വിഷു മേക്കപ്പ് ലുക്കാണ്. മാത്രമല്ല 75 രൂപയുടെ വെറും ഒരു BB ക്രീം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ പ്രൈമോ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഈസിയസ്റ്റ് ലിമിറ്റഡ് പ്രോഡക്റ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വിഷു മേക്കപ്പ് ലുക്കാണ്. സോ യെസ്, നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാൻ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ പുതുതായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീനാണ്. നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ഓഫ് ഒരു 20 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെളിയിൽ പോകാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ഓൾറെഡി നമ്മുടെ സ്കിൻ കെയറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഔട്ട്ഫിറ്റൊക്കെ മാറി വരുമ്പോൾ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ BB ക്രീം ആണ്. 75 രൂപയുടെ BB ക്രീം. സോ ഇതാണ് നമ്മുടെ BB ക്രീം. ഈ ഒരു BB ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആക്നി മാർക്സ് ഒന്നും ഒരുപാടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫൗണ്ടേഷനൊന്നും ആവശ്യമില്ല. ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് BB ക്രീം. ഈവൻ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ഒരു നല്ലൊരു ഫിനിഷും കൂടി കിട്ടുന്നുണ്ട്. അതിനുശേഷം പ്ലമ്മിൻ്റെ ഒരു കാജൽ വെച്ചിട്ട് നന്നായിട്ട് വാട്ടർ ലൈനിലും ടൈറ്റ് ലൈനിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ അതായത് നമ്മൾ സാധാരണ ഐലൈനർ എഴുതുന്ന പോർഷൻ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാജൽ വെച്ചിട്ട് തന്നെ എഴുതുന്നുണ്ട്. നല്ല തിക്കായിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐ ലുക്ക് മാറ്റാം കേട്ടോ. സപ്പോസ് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മാറ്റണം തോന്നിയിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ലാക്മേ എൻറിച്ച് മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് അതിനൊരു റെഡ് ഷെയ്ഡാണ്. എൻ്റെ ഫസ്റ്റ് ഒരു പ്രോപ്പർ റെഡ് ഷെയ്ഡാണെന്നും കൂടി പറയാം. കാര്യം എനിക്ക് പൊതുവേ റെഡ് ഷെയ്ഡ് ഇഷ്ടമല്ല. പക്ഷേ ഇത് വാങ്ങിച്ച് വന്നപ്പോഴേലും ഒരു അടിപൊളി ഷെയ്ഡായിരുന്നു. സോ യെസ്, നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. അതിനുശേഷം ബ്ലഷായിട്ടും നോസ് ടിപ്പിലും ചീക്സിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലാക്മേയുടെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എനിക്ക് കുട്ടിയായിട്ടൊരു എന്താ പറയുക പൊട്ടലുണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ വീണതിൻ്റെയാണ്. ആ ഒരു ഭാഗത്ത് ഐബ്രോസ് ഇതുവരെ ആയിട്ടും വളർന്നിട്ടില്ല. സോ ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഹെയറിലോട്ടേക്ക് നടക്കുന്ന ഒരു നോർമൽ സാധാരണ എല്ലാവർക്കും കെട്ടാൻ അറിയാവുന്ന രീതിയിലുള്ള ഒരു ഹെയർ ടൈ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ലൂസായിട്ട്, ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ഭയങ്കര ടൈറ്റായിട്ട് ഹെയർ ടൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ടാവുക അങ്ങനെയാണ്. സോ അതുപോലത്തെ ഒരു കുറച്ച് മുമ്പ് ആ ഒരു 2 സൈഡിൽ നിന്നും കുറച്ച് മുടിയായിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ലൂസൺ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ മുമ്പ് ഒരു എന്താ പറയുക ഒരു കുറച്ച് മുടി എടുത്തിട്ട് മുമ്പിലോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് അത് ഫിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാബ് എടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫൈനൽ ലുക്കിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഇയറിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതായിരുന്നു നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷു മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു ആൻഡ് ബൈ.